എല്ലാവർക്കും ഫിനിഷ് കെയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടിഫിൻ ബാഗാണ്. അപ്പോൾ ഡൈ പാൻറ്റിൽ നിന്നും വലിച്ചവൻ്റെ ഒരു പഴയ വള്ളി നിക്കറിൽ നിന്നും ഒക്കെയാ കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ പാൻറ്റും സിപ്പും പിന്നെ ഒരു നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ്. തൊട്ടിലിൻ്റെ ആണേ ബെൽജോൻ്റെ. അപ്പോൾ അതിനുള്ളിലെ കാർഡ്ബോർഡാണത്. അപ്പോൾ കാർഡ്ബോർഡിൽ നമ്മളൊരു വട്ടം വരച്ച് അതൊന്ന് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം വട്ടം മതി കേട്ടോ. പൊതിപ്പാത്രം 2 വെള്ളക്കുപ്പിയൊക്കെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു അളവിൽ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തത് എടുത്തു. അതിനുശേഷം നമ്മളിനിയിപ്പോൾ പാൻറ്റാണ് എടുക്കുന്നത്. ഒരു കാര്യവും നമ്മളിവിടെ വെറുതെ കളയുന്നില്ല കേട്ടോ. എടുത്തിരിക്കുന്നതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 8 ഇഞ്ചിൻ്റെ വീതിയിലാണ് പാനിൻ്റെ 2 കാലുകളും ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. 8 ഇഞ്ചിൻ്റെ വീതിയും അതേപോലെ തന്നെ നീളം പോക്കറ്റിൻ്റെ അവിടം വരെയുള്ള നീളവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 33 ഇഞ്ചാണ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ, 2 കാലിൻ്റെയും കൂടെ കൂട്ടുമ്പോൾ. കാരണം അത് ആ വൃത്തത്തിൻ്റെ അളവാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വേണം. ഇത് നമ്മളൊന്ന് നേരെ കട്ട് ചെയ്ത് ആദ്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പം വൃത്തത്തിൻ്റേത് നമുക്ക് 33 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 33 ഇഞ്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടുതൽ, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ, 2 ഒന്നിപ്പിക്കണമല്ലോ. പിന്നെ നമുക്ക് താഴെ വൃത്തത്തിൻ്റെ അവിടെ മാത്രം മതിയാകും അത്രയും വീതി. മുകൾ ഭാഗത്തല്ലേ സിബ് വെക്കുന്ന ഭാഗത്ത് നമുക്ക് അത്രയും വീതി വേണ്ട. അപ്പം നമ്മളൊന്ന് ചരിച്ചാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് തൂക്കി നമ്മളിങ്ങനെ പിടിക്കുമ്പം ബാഗിനൊരു ഭംഗി വരത്തുള്ളൂ, ബാഗ് എന്നുള്ളൊരു രീതി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൃത്തം കവർ ചെയ്യാൻ വേണ്ടി പാനിൻ്റെ മെറ്റീരിയൽ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിരുന്നതിൻ്റെ താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും അറ്റത്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന ഭാഗം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്, കാരണം അത് നമുക്ക് ആവശ്യമുണ്ട്. ഒട്ടും ഞാൻ കളയുന്നില്ലെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയൊന്ന് വെക്കുകയാണ്. മാറ്റിയൊന്ന് വെച്ചിട്ട് ഇപ്പം കിട്ടിയിരിക്കുന്ന ആ മെറ്റീരിയൽ, ആ ഭാഗം നമ്മൾ തുന്നലൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് അത് വൃത്തത്തിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സൈഡ് മാത്രമേ വൃത്തത്തിൻ്റെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് രണ്ടും ഒന്നിച്ച് ഒരു വലിയ ഷീറ്റാക്കാനുള്ളതാണ്. അപ്പോൾ വൃത്തം ഒരു വട്ടത്തിലൊന്ന് കുറച്ചുകൂടെ ഒന്നാക്കി കുറച്ച് ചെറുതാക്കാൻ വേണ്ടിയാണ്. കാരണം ഇതിൻ്റേതായ ഒരു അളവിൽ വേണം, ഏകദേശം ഒരെണ്ണത്തിൻ്റെ തന്നെ അളവിൽ വട്ടമാക്കാൻ പറ്റണം. 2 എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ ഇതാക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് വേണം, കാരണം കട്ടി വേണം. ഇതാണ് വലിച്ചോൻ്റെ വള്ളി നിക്കറ്. അപ്പോൾ ഇതിൻ്റെ വള്ളിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. വള്ളി കട്ട് ചെയ്തെടുക്കുന്നത് ബോട്ടിൽ വെക്കാൻ വേണ്ടി ഉള്ളതുണ്ടല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലിരുന്ന ഡിസൈൻസും കുറേ പോക്കറ്റുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ബാഗിനൊരു ഡിസൈൻ വരുത്താൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും നമ്മൾ കളയാതെ തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പാനിൻ്റെ ഏറ്റവും താഴത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് നമ്മൾ ബാഗിന് വള്ളിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം അതും നമ്മൾ വള്ളിയുടെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വലിച്ചോൻ്റെ നിക്കറിൻ്റെ വള്ളിയും കൂടെ 2 ആക്കുക, എങ്കിലേ 2 ബോട്ടിൽ വെക്കാൻ പറ്റൂ. അതിനുശേഷം നമ്മളിനി സ്റ്റിച്ചിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ വട്ടത്തിൻ്റെ വട്ടം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് കൊടുക്കുമ്പോൾ വട്ടം വെച്ചിട്ട് നമുക്ക് ഏകദേശം 1 ഇഞ്ച് വീതം കാർഡ്ബോർഡിൻ്റെ പുറത്തായിട്ട് കിടക്കണം. 1 ഇഞ്ചോളം പുറത്തായിട്ട് കിടക്കത്തക്ക രീതി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കാരണം നമുക്ക് മുകളിലോട്ടുള്ള ഭാഗം ആ തുണിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വട്ടത്തിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മടക്കി വെക്കാൻ കാരണം നല്ല കനം കിട്ടും, കുറച്ചുകൂടെ താഴ്ഭാഗത്തിന് കുറച്ചുകൂടെ കട്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ മടക്കി വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 ഇഞ്ചിനോടടുത്ത് പുറത്തേക്ക് വിട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ 2 റൗണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഭാഗം ഓപ്പണായിരിക്കുന്ന കാർഡ്ബോർഡ് ഭാഗം ഒന്ന് കവർ ചെയ്യാൻ ഒരു കോട്ടൺ തുണി വെച്ചും സ്റ്റിച്ച് ചെയ്ത അകം ഭാഗം
ഭാഗം നമ്മൾ അകത്തെ ഭാഗം നമ്മളൊന്ന് കവർ ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് ബാലൻസ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പം അതിനുശേഷം നമുക്ക് ഇനി അടുത്തതാണ് നമ്മൾ ആദ്യം വെട്ടിയ മെറ്റീരിയൽ. ഇപ്പം ബാഗിൻ്റെ മുകളിലേക്കുള്ള ഭാഗം അവിടെ നമ്മളിനി ബോട്ടിൽ വെക്കാൻ വേണ്ടി ഈ വെൽച്ചിൻ്റെ നിക്കറിൻ്റെ വള്ളി എടുക്കുകയാണേ. അതവിടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ അകത്തി അടുത്തതൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താ, ഒരു ബോട്ടിൽ അകത്ത് കയറ്റി വെച്ചാൽ നൂന്നിരിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ബോട്ടിൽ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ചരിഞ്ഞങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ആകാതെ നൂന്നിരിക്കുക, നിവർന്നൊന്ന് അതിനകത്തിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടും അതേ മെറ്റീരിയൽ അതേ അളവിലെ മെറ്റീരിയൽസ് ഒന്നിപ്പിച്ചിട്ട് നമ്മളതൊന്ന് സെറ്റാക്കി എടുത്തു. 33 ഇഞ്ചിൻ്റെ ആദ്യം പറഞ്ഞത്. അതിനുശേഷം നമ്മളിനി ഈ റൗണ്ടിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം നമുക്ക് അവിടെ രണ്ടറ്റം കൂടെ യോജിപ്പിക്കാനുണ്ട് വൃത്തത്തിൽ ഇത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ. അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ ഓപ്പൺ ആയിരിക്കുന്ന അറ്റം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ കാർഡ്ബോർഡ് ആയതുകൊണ്ട് യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് മെഷീൻ്റെ അവിടോട്ട് കയറില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും നമ്മുടെ സെറ്റായി. നമ്മൾ പുറം ഭാഗം ഇങ്ങോട്ടിങ്ങ് എടുത്തു. അപ്പോൾ അതിന് ശേഷം നമുക്കിനി മുകൾ ഭാഗമാണ്. സിബ് വെക്കാനുണ്ട്, പോക്കറ്റുകൾ, ഡിസൈന് അതൊക്കെ വെക്കാനാണ് ഇനിയും പോകുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ചോക്ക് വെച്ച് എവിടെ ആ ഡോഗ് വെക്കണം, 2 പോക്കറ്റുകൾ എവിടെ വെക്കണം, അതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് വരച്ചിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി ആദ്യം 2 പോക്കറ്റ് വെച്ചു. അതിന് ശേഷം നമ്മൾ ആ ഡോഗിൻ്റെ ഡിസൈനും കൂടെ ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അപ്പം ഒരു ചെറിയ എടുപ്പിന് വേണ്ടിയാണ് ബാഗിൻ്റെ. അതിനുശേഷം നമ്മളിനി ഒരു വള്ളിയാണ് വെക്കുന്നത്. പാനിൻ്റെ ഏറ്റവും അറ്റമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു സൈഡിൽ രണ്ടെണ്ണം അങ്ങേ കുറച്ചകത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവ് വേണം അപ്പുറം സൈഡിലും ഇതേ ആ സൈഡിൽ, അതായത് അതേ അളവിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അടുത്ത വള്ളി കൊടുക്കേണ്ടതാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ തൂക്കി പിടിക്കുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് ബാഗ് തൂക്കി പിടിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ടിഫിൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ തൂക്കി പിടിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു സെറ്റാകുമ്പം ഒരേ രീതിയിൽ പോകണമെങ്കിൽ ഒരേ അളവിൽ വേണം, ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മളിത് കൊടുക്കാൻ. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് അകത്തോട്ട് ഇത് വെച്ചിട്ട് ആ ഒരു നൂല് പോകുന്ന ഭാഗമുണ്ടല്ലോ, അത് അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് അടിച്ചു കൊടുക്കണം. അകംഭാഗമാക്കിയിട്ട് നമുക്കതിൻ്റെ അറ്റം ഒന്ന് അടിച്ചു കൊടുക്കുക. അറ്റം അടിക്കുമ്പം ഏറ്റവും അറ്റം വള്ളിയോട് ചേർന്ന അറ്റം വേണം അടിക്കാൻ. കാരണം അപ്പുറത്തെ അറ്റം നമുക്ക് സിബ് പിടിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. അറ്റം ഒത്തിരി കയറ്റി അടിക്കാതിരിക്കുക. അതുകൊണ്ട് സിബ് നമുക്കവിടെ അകത്തോട്ട് വെച്ചിരിക്കുന്ന ഭാഗത്ത് പിടിപ്പിക്കാൻ വേണ്ടിയുണ്ട്. അപ്പം അത് സെറ്റായിട്ട് നമുക്കിനി സിബ് പിടിപ്പിക്കാം. ഒരറ്റം അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് തയ്ച്ചിട്ട് ബാക്കി 2 അറ്റവും നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. 2 അറ്റവും ഒന്ന് ജോയിൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് അത് അകത്തോട്ട് വെച്ച് സിബൂരി പോകാതിരിക്കാൻ തക്കവണ്ണം നമുക്കതൊന്ന് തയ്ച്ചും കൂടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാഗ് സെറ്റായി. അപ്പം കണ്ടോ, അകത്ത് നമുക്ക് വെക്കാനുള്ള ബോട്ടിൽ വെച്ചിട്ട് നൂന്നിരിക്കാനുള്ള ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ പുറത്തായിട്ടാണെങ്കിലും പോക്കറ്റ് പോലെയും ഒക്കെ വെച്ച് ഉണ്ട്. സിബാണെങ്കിലും അടച്ചത് ഈ ഒരു ഷേപ്പ്, താഴ്ഭാഗം വീതിയിൽ മുകളിലോട്ട് ചെല്ലുമ്പോൾ സാധാരണ തൂക്കി പിടിക്കാവുന്ന ഒരു രീതി. പൊളിയല്ലേ സാധനം? കണ്ടോ, ഇങ്ങനെ ബോട്ടിലൊക്കെ വെച്ച് സെറ്റാക്കി. ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. സൂപ്പറല്ലേ സാധനം? എളുപ്പമല്ലേ? ചിലവ് കുറവല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ